ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? എക്സ്പെക്റ്റേഷൻ അല്ലേ മോഡൽ, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ അപ്രോച്ച്, എക്സ്പെക്റ്റേഷൻ തിയറി അല്ലേ മോഡൽ. അപ്പോൾ അതിൽ നമുക്ക് പറഞ്ഞത് എന്താണ്? നമ്മൾ ഒരു മാർക്കറ്റിൽ ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോർമൽ ബാക്ക്വേർഡേഷൻ മോഡലാണ്. നോർമൽ ബാക്ക്വേർഡേഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ഇൻ എ ജനറൽ refers to a market in which the future price is less than the cash price അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ് കേട്ടോ. ക്യാഷ് പ്രൈസ് എന്നും പറയും, അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ് എന്നും നമുക്ക് പറയാൻ പറ്റും. ഇൻ സച്ച് കേസ് ബേസിസ് ഓഫ് നെഗറ്റീവ് ബേസിസ് മീൻസ് ഇസ് ഈക്വൽ ടു, ബേസിസ് എന്താ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഫ്യൂച്ചർ പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ് അല്ലേ? അതിൽ ആ ഒരു രീതിയിൽ നെഗറ്റീവായിട്ട് വരുമ്പോഴുള്ള ഒരു കാര്യമാണ് നോർമൽ ബാക്ക്വേർഡേഷൻ എന്ന് പറയുന്നത്. അഥവാ മാർക്കറ്റ് പ്രൈസ് ഫ്യൂച്ചർ പ്രൈസിനേക്കാൾ കുറവാണ് എങ്കിൽ അവിടെ നമ്മൾ നോർമൽ ബാക്ക്വേർഡേഷൻ മോഡലിലാണ് നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് ഫിക്സ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ ബേസിസ് ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ് എന്നുള്ളതാണ്. ക്യാഷ് പ്രൈസ് മീൻസ് സ്പോട്ട് പ്രൈസ്. ക്ലിയർ ആയോ? ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഫ്യൂച്ചർ പ്രൈസിനേക്കാൾ കുറവാണ്. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ ബാക്ക്വേർഡേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് നെഗറ്റീവായിട്ട്, അഥവാ ഫ്യൂച്ചർ ക്യാഷ് വിലയേക്കാൾ സ്പോട്ട് വില കുറവാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് മീൻസ് മാർക്കറ്റ് പ്രൈസാണ് നമ്മൾ ക്യാഷ് പ്രൈസ് സ്പോട്ട് പ്രൈസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് ഇത് 3 പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ്, ഇത് ഫ്യൂച്ചർ പ്രൈസിനേക്കാൾ കുറവാണ്. ആ കണ്ടീഷനെയാണ് നമ്മൾ നോർമൽ ബാക്ക്വേർഡേഷൻ എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്യൂച്ചർ വിലയിൽ മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ട്, മറ്റ് ഫാക്ടേഴ്സുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിന് പുറമേയുള്ള കോസ്റ്റ് ഓഫ് ക്യാരി ഘടകങ്ങളും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇതിൽ ഫ്യൂച്ചർ വില നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചർ വില, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ വില അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഈ അവസ്ഥയെ നമ്മൾ പറയുന്നൊരു പേരാണ് കൊണ്ടാങ്കോ എന്നുള്ളത് കേട്ടോ. കൊണ്ടാങ്കോ എന്നുള്ള ഒരു പേര് വരുന്നത് എവിടെയാണ്? നമ്മുടെ ഫ്യൂച്ചർ പ്രൈസ് ക്യാഷ് പ്രൈസിനേക്കാൾ കൂടുതലാകുകയാണെങ്കിൽ. ക്ലിയർ ആയോ? പക്ഷേ നമ്മൾ ബാക്ക്വേർഡേഷൻ മോഡൽ എന്താണ്? മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ്, ഇത് 3 സെയിം ആണ്. ഇത് ഫ്യൂച്ചർ പ്രൈസിനേക്കാൾ കുറവാണ് എങ്കിൽ അത്തരം സിറ്റുവേഷൻസിനെയാണ് നോർമൽ ബാക്ക്വേർഡേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു സിറ്റുവേഷൻസിനെ നമ്മൾ എന്താ പറയുന്നത്? അല്ലെങ്കിൽ അത്തരം കണ്ടീഷൻസിനെ നമ്മൾ യൂഷ്വലി പറയുന്നത് കൊണ്ടാങ്കോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കൊണ്ടാങ്കോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് പ്രൈസ്, അതിലെ മാർക്കറ്റ് പ്രൈസ് ഫ്യൂച്ചറിനേക്കാൾ കുറവാണോ? അല്ല, അവിടെ നേരെ ഓപ്പോസിറ്റാണ്. എങ്ങനെയാണ്? ഫ്യൂച്ചർ പ്രൈസ് ക്യാഷ് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇതിനെ നമ്മൾ കൊണ്ടാങ്കോ എന്നാണ് മാർക്കറ്റിൽ വിളിക്കാറുള്ളത്. ഇതിൻ്റെ ഈ രീതി എന്ന് പറയുന്നത്, ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. നോർമൽ ബാക്ക്വേർഡേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ക്ലിയർ ആയല്ലോ? നോർമൽ ബാക്ക്വേർഡേഷൻ്റെ രീതി എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. പക്ഷേ കൊണ്ടാങ്കോ നേരെ ഓപ്പോസിറ്റാണ് നോർമൽ ബാക്ക്വേർഡേഷൻ്റെ. സോ അതുകൊണ്ട് അവിടെ പോസിറ്റീവാണ്. ഫ്യൂച്ചർ വിലകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും താഴെയുള്ള ഒരു ഇൻഡെക്സിനെ സൂചിപ്പിക്കാൻ ഈ ഇത്തരത്തിലുള്ള നോർമൽ ബാക്ക്വേർഡേഷന് നമ്മൾ സ്പോട്ട് വില നോക്കിയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നോർമൽ ബാക്ക്വേർഡേഷനിൽ നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ക്യാരി ഫോർവേഡും അതുപോലെ കോസ്റ്റ് ഓഫ് ക്യാരി ഫാക്ടേഴ്സുകളും മറ്റ് എന്താ പറയുക ആർബിട്രേജേഴ്സിൻ്റെ ഫാക്ടേഴ്സുകളും മറ്റുള്ള എല്ലാ രീതിയിലുള്ള ഫാക്ടേഴ്സുകളും അവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട്
ഇപ്പോൾ ആർബിട്രേജിനൊക്കെ ശരിക്കും അറിയാൻ പറ്റും അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ ഒബ്സർവേഷനും അവരുടെ മൂവ്മെൻറ്റ്സും ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, അതിൻ്റെ ഇക്വേഷൻസ് അല്ലെങ്കിൽ അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എഫ് ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ആർ പി ആണ്. എഫ് മീൻസ് എഫ് ഡിനോട്ട് ചെയ്യുന്നത് ഫ്യൂച്ചർ പ്രൈസിനെയാണ്. ഇ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസ് അറ്റ് എ മെച്യൂരിറ്റി. ടി എന്നും നമുക്ക് അതിലല്ലേ ഇ ടി എന്നൊക്കെ കൊടുക്കാറില്ലേ. അപ്പോൾ ഈ മെച്യൂരിറ്റി പ്രൈസിലുള്ള എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസിനെയാണ്. ദെൻ അതുപോലെ ആർ പി മീൻസ് റിസ്ക് പ്രീമിയമാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അസറ്റ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലാണ്. നമ്മൾ ആദ്യം പഠിച്ച എന്താണ് CAPM മോഡൽ കേട്ടോ. ഇതിൽ കൂടുതൽ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ പണ്ട് പഠിച്ച അതേപോലെ തന്നെയാണ്. കാരണം എന്താണ്, റിസ്ക് കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. റിസ്ക് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമുക്ക് റിട്ടേണും കിട്ടുമെന്ന് മനസ്സിലാക്കുക. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസ് ആകുമ്പോൾ ഹയർ റിസ്ക് നമ്മൾ പ്രതീക്ഷിക്കണം. സോ അതിലൂടെ റിസ്ക് നമ്മൾ എത്രത്തോളം ഏറ്റെടുക്കുന്നോ അത്രത്തോളം നമുക്ക് റിട്ടേണും കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ടാകും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ റിട്ടേൺ നമ്മൾ ഡിമാൻഡ് ചെയ്യും ബൈ ദ ഹോൾഡേഴ്സ് അല്ലേ. ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുകയാണ്. മീൻസ് അതിൽ നമ്മൾ ഇതിൻ്റെ റിഫ്ലക്റ്റഡ് ആയിട്ട് എന്ത് വരുന്നുണ്ട്, റിസ്ക്കും വരുന്നുണ്ട്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസ്, ഈ ഒരു ഡിഫറൻസ് നമ്മൾ കാണണം, നമ്മൾ മനസ്സിലാക്കണം. സോ അതിലൂടെ നമുക്ക് എന്താണ് റിസ്ക് എത്രത്തോളം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത് റിസ്ക് കൂടുതലുള്ള ഒരു സംഗതിയാണ്. അതിൽ നമ്മൾ എന്താണ് റിസ്ക്കും റിട്ടേണും ഒരുപോലെ വരുന്ന ഒരു അതിനെ കമ്പയർ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു CAPM എന്ന് പറയുന്നത്. ഇതിൽ റിസ്ക് കൂടുതലായിട്ടും അൺസിസ്റ്റമാറ്റിക് റിസ്കുകളല്ല, സിസ്റ്റമാറ്റിക് റിസ്കുകളാണ് കൂടുതലായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റിസ്ക്കും റിട്ടേണും കമ്പാരിസനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് മോഡലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ റിസ്ക്കും റിട്ടേണും എന്ന് പറയുന്നത്. റിസ്ക് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് റിട്ടേൺ കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ അൺസിസ്റ്റമാറ്റിക് റിസ്കുകളല്ല കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് റിസ്കുകളെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള റിസ്കുകൾ കേട്ടോ. സിസ്റ്റമാറ്റിക് അൺസിസ്റ്റമാറ്റിക് ഉണ്ടല്ലോ, അതിൽ അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ നമ്മൾ നോക്കുന്നില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് റിസ്കുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സോ അവിടെ നമ്മൾ റിസ്ക് എത്രത്തോളം ഉണ്ട്, റിസ്കിനെ എലിമിനേറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, അതിൽ ഹെഡ്ജിങ്ങിലെ സ്ട്രാറ്റജീസുകൾ ഉപയോഗിക്കണം, മറ്റ് ഇൻവെസ്റ്റേഴ്സുകൾ എത്രത്തോളം റിസ്ക് പ്രതീക്ഷിക്കുന്നുണ്ട്, റിസ്ക് ഫ്രീ റേറ്റ് എങ്ങനെയാണുള്ളത്, സിസ്റ്റമാറ്റിക് റിസ്ക് എത്രത്തോളം അതിൽ വരുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇവിടെ റിസ്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബീറ്റ നമുക്ക് കാണണം അല്ലേ. ബീറ്റ നമ്മൾ പഠിച്ചതാണ്. ബീറ്റയും സ്റ്റാൻഡേർഡ് ഡിവിഷനൊക്കെ റിസ്ക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്കുകളാകുമ്പോൾ നോക്കുക, the expected return on long futures position depends on the beta of the future contract അല്ലേ. എന്താണ് ലോങ് ഫ്യൂച്ചർ പൊസിഷനിൽ നമുക്ക് എന്താണ് ബീറ്റ ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇഫ് എ ബീറ്റ ഗ്രേറ്റർ ദാൻ 0 കേട്ടോ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ നമുക്ക് റിസ്ക് കൂടുതലാണ് അല്ലേ. റിസ്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓവർ ടൈം ദെൻ ബീറ്റ ഈസ് ഈക്വൽ ടു 0 അല്ലേ. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഫ്യൂച്ചർ പ്രൈസ് ഷുഡ് ബി പ്രൈസ് ഓവർ ടൈം ആണ്. ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ അവിടെ എന്താണ് നോട്ട് ചേഞ്ച് ആണ്. ദെൻ ബീറ്റ ലെസ് ദാൻ 0 ആകുമ്പോൾ അവിടെ എന്താണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ, ഫ്യൂച്ചർ പ്രൈസ് ഫാൾ ചെയ്യുന്ന അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസുകൾ ഈ കണ്ടീഷൻസുകൾ മനസ്സിലാക്കുക. ബീറ്റ ഗ്രേറ്റർ ദാനും ഉണ്ട്, ബീറ്റ ലെസ് ദാൻ ഉണ്ട്, ബീറ്റ ഈസ് ഈക്വൽ ടു 0 ഉണ്ട് അല്ലേ. ഇങ്ങനെയാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ CAPM മോഡലിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ,
നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അസംഷൻസുകളാണ്. CAPMൻ്റെ അസംഷൻസുകളാണ് കേട്ടോ. അതിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. പെർഫെക്റ്റീവ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ് ആണ്. ദെൻ അതുപോലെ നോ ടാക്സ് ആൻഡ് നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. ദെൻ അതുപോലെ ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവെയർ ആണ്. ദെൻ അതുപോലെ they will take a risk only if the compensated for the risk. And then അതുപോലെ മീൻസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, റിസ്ക് ഇൻവെസ്റ്റേഴ്സ് ആ റിസ്ക് അവേഷനാണ് കേട്ടോ. നമ്മുടെ ഇതിലെ റിസ്ക് എന്താണ്, അവേഷനാണ്. റിസ്കുകൾ, അപകട സാധ്യത നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ കാണുക എന്നുള്ളതാണ്. ഇത് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. അപ്പോൾ റിസ്കിൽ നമ്മൾ കോമ്പൻസേഷൻ കൊടുത്താൽ മാത്രമേ റിസ്ക് അവർ ഏറ്റെടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് എത്രത്തോളം റിസ്ക്കും അവർ ഏറ്റെടുക്കാൻ തയ്യാറാവും കേട്ടോ. അപ്പോൾ റിസ്കിനെ കുറിച്ചിട്ട് റിസ്ക് അവേഴ്സ് കൊടുക്കുക. ദെൻ അതുപോലെ നമ്മുടെ 4th വൺ പറഞ്ഞിട്ടുള്ളത് investors have a homogeneous expectation about expected return and risk of a security. homogeneous ആയിട്ടുള്ള സെക്യൂരിറ്റീസുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, അതിൽ എത്രത്തോളം റിസ്ക്കും റിട്ടേണും ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസ്ക്കും റിട്ടേണും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എല്ലാ നിക്ഷേപകർക്കും നമ്മൾ ഹോൾഡിംഗ് പീരിയഡ്സ് കൊടുക്കുക, സെയിം ഹോൾഡിംഗ് പീരിയഡ് കൊടുക്കുക. ദെൻ അതുപോലെ റിസ്ക് ഫ്രീ റേറ്റ് നമുക്ക് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നമ്മൾ വായ്പകൾ നൽകാൻ കേട്ടോ. ബോറോവേഴ്സുകളും അതുപോലെ ബോറോ ചെയ്യാനും അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റേറ്റ് അല്ലെങ്കിൽ റിസ്ക് ഫ്രീ റേറ്റ് എടുക്കാം. മീൻസ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും വായ്പകൾ നൽകാനും അതുപോലെ നമ്മുടെ ബോറോവേഴ്സിന് ലെൻഡിങ് മണി ആയിട്ട് കൊടുക്കാനൊക്കെ എന്ത് ചെയ്യുക, ഒരു റിസ്ക് ഫ്രീ റേറ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബോറോവേഴ്സിനും ലെൻഡേഴ്സിനും ഇതിൽ ഇൻവെസ്റ്റേഴ്സിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൽ നിക്ഷേപകർക്ക് എന്ത് ചെയ്യുക, ആ ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ അസംഷൻസുകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റാണ് കേട്ടോ, പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ്. ദെൻ നോ ടാക്സ്, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. ദെൻ തേർഡ് വൺ റിസ്ക് അവേഴ്സ്, മീൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിസ്കുകൾ അത് എത്രത്തോളം ഉണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുക, മീൻസ് നമ്മൾ എത്ര റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് നമ്മൾ തീരുമാനിക്കുക. അതിനനുസരിച്ച് കോമ്പൻസേഷൻ കിട്ടുന്നുള്ള ഒരു രീതിയിൽ തീരുമാനിക്കുക. ദെൻ അതുപോലെ ഹോമോജീനിയസ് എക്സ്പെക്റ്റേഷന് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെയും റിസ്കിൻ്റെയും കേസിൽ കൊടുക്കുക. ദെൻ അതുപോലെ ഓൾ ഇൻവെസ്റ്റേഴ്സിന് സെയിം ഹോൾഡിംഗ് പീരിയഡ് പ്രൊവൈഡ് ചെയ്യാം. റിസ്ക് ഫ്രീ റേറ്റ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ലെൻഡ് ചെയ്യാനും ബോറോ ചെയ്യാനും റിസ്ക് ഫ്രീ റേറ്റ് കൊടുക്കുക. ഇത്രയും കാര്യമാണ് അസംഷൻസുകളായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇതിൻ്റെ മെത്തഡോളജിയാണ്. മീൻസ് നമ്മൾ ഈ റിസ്ക് ഫ്രീ റേറ്റ് അല്ലെങ്കിൽ CAPMൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ള, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നോക്കുന്നത്. ഇത് നമ്മൾ ആദ്യം പഠിച്ചതാണ് ഈ ഇക്വേഷൻ അല്ലേ. ERP എക്സ്പെക്റ്റഡ് റിട്ടേൺ പോർട്ട്ഫോളിയോൻ്റെ കേസിലാണ് കേട്ടോ. പോർട്ട്ഫോളിയോ മീൻസ് എന്താണ്, ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റീസുകളല്ലേ. സോ അവിടെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ എക്സ്പെക്റ്റേഷന് പോർട്ട്ഫോളിയോ റിട്ടേൺ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. RJ ഇസ് ഈക്വൽ ടു, അഥവാ റിസ്ക് ഫ്രീ റേറ്റ് അല്ലേ, റിസ്ക് ഫ്രീ റിട്ടേൺ ഇസ് ഈക്വൽ അല്ല ERP മീൻസ് എക്സ്പെക്റ്റഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ ആണ്. അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് ഈക്വൽ ടു RJ പ്ലസ് ERM മൈനസ് RJ ഡിവൈഡഡ് ബൈ സിഗ്മ M അല്ലേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ M ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോർട്ട്ഫോളിയോ സിഗ്മ P അല്ലേ. അപ്പോൾ അതിൽ ERP എന്ന് പറയുന്ന എക്സ്പെക്റ്റഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ ആണ്, RJ എന്ന് പറയുന്ന റിസ്ക് ഫ്രീ റിട്ടേൺ ആണ്, RM എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് പോർട്ട്ഫോളിയോ ആണ്. ദെൻ സിഗ്മ M എന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ. ദെൻ സിഗ്മ
പി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പോർട്ട്ഫോളിയോ ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇനി ഇതൊരു സെക്യൂരിറ്റീസിൻ്റെ ബേസിലാണെങ്കിലോ അതിൻ്റെ റിട്ടേൺ കാണുകയാണെങ്കിൽ നമ്മൾ RJ + RM - RJ ബീറ്റ അല്ലേ, ബീറ്റയെ വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ മോഡൽ എങ്ങനെയാണ് നോക്കാം, ബീറ്റ കൊടുത്തിട്ട് സിസ്റ്റമാറ്റിക് റിസ്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇവിടെ കൊടുക്കണം അല്ലേ. അപ്പോൾ ഈ RJ = RJ + RM - RJ × B അല്ലേ. ജെ മീൻസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ് ERJ. = RJ മീൻസ് റിസ്ക് ഫ്രീ റേറ്റ്, RM മീൻസ് മാർക്കറ്റ് റിട്ടേൺ, BJ എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് എ സെക്യൂരിറ്റി ആൻഡ് സിസ്റ്റമാറ്റിക് റിസ്ക് കേട്ടോ. ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലംസ് ഒന്നും ചോദിക്കൂല, പക്ഷേ ഇത് നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. ചിലപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇത്രയാണ് അതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസിങ് ഓഫ് കമ്മോഡിറ്റി ഫ്യൂച്ചറാണ്. കമ്മോഡിറ്റി ഫ്യൂച്ചറിനെ നമ്മൾ എങ്ങനെയാണ് പ്രൈസ് ചെയ്യുന്നത് എന്നുള്ള കേട്ടോ. കമ്മ്യൂണിറ്റി ഫ്യൂച്ചേഴ്സിന് എങ്ങനെ നമ്മൾ പ്രൈസ് കൊടുക്കുന്നുള്ളതാണ് പറയുന്നത്. ഇതിന് 2 രീതിയിൽ ഈ കമ്മോഡിറ്റിയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ക്യാരി ടൈപ്പും ദെൻ നോൺ ക്യാരി ടൈപ്പും. ക്യാരി ടൈപ്പ് എന്ന് പറയുന്നത് കമ്മോഡിറ്റി ആർ യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ് ആൻഡ് നോൺ ക്യാരി ടൈപ്പ് കമ്മോഡിറ്റി ആർ പ്രൈമർലി ഫോർ എ കൺസപ്ഷനാണ് കേട്ടോ. നോൺ ക്യാരി എന്ന് പറയുന്നത് കൺസപ്ഷനുമാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. ക്യാരി മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്, നോൺ ക്യാരി മീൻസ് കൺസപ്ഷന്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ 2 രീതിയിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ പോയിൻ്റ് പ്രൈസിങ് ഓഫ് എ ഫ്യൂച്ചർ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് മീൻസ് ക്യാരി കേട്ടോ. ക്യാരി ടൈപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റിലെ നമ്മൾ അത്തരം ഫ്യൂച്ചേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് അതിന് പ്രൈസിങ് കൊടുക്കുന്നുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് മീൻസ് നോക്കാം, ഇതിൽ നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ആർബിട്രേജ് ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ആർബിട്രേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ പ്രൈസിങ് ഫ്യൂച്ചർ പ്രൈസിങ് ഫ്യൂച്ചർ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ആർബിട്രേജ് മേ ഓർ മേ നോട്ട് ബി അപ്ലിക്കബിൾ കേട്ടോ. ഓക്കെ, അപ്പം ഇതിൽ പ്രൈസിങ് ഫീച്ചേഴ്സിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ആർബിട്രേജ് ചെയ്യാതിരിക്കുക, അപ്ലിക്കബിൾ ആവാതിരിക്കുക എന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് ഉള്ളത്. ദെൻ അതിൽ ക്യാഷ് പ്രൈസ് ഓഫ് എ അസറ്റ് മീൻസ് കമ്മോഡിറ്റി ബേസിലാണ് ഇത് ഉള്ളത്. ഇതിൽ നമ്മൾ ഡെലിവറി ഡേറ്റ് ഉണ്ടായിരിക്കും, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ മീൻസ് അതിൻ്റെ എല്ലാ കണ്ടീഷൻസുകളും ഉണ്ടായിരിക്കും ഇതിൽ കേട്ടോ. അതിൽ ഡെലിവറി ഡേറ്റ്, ഫ്യൂച്ചർ പ്രൈസ്, ദെൻ അതുപോലെ ക്യാഷ് പ്രൈസ് അഥവാ സ്പോട്ട് പ്രൈസ് എല്ലാ ഇതിൽ എല്ലാ രീതിയിലും ഇതിനെ അതുപോലെ തന്നെയാണ്. മീൻസ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അസറ്റിനെ നമ്മൾ പ്രൈസ് ചെയ്യുമ്പോൾ അവിടെ സ്പോട്ട് പ്രൈസും അതുപോലെ കറണ്ട് പ്രൈസ് അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ് ഓർ കറണ്ട് പ്രൈസ് ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് മനസ്സിലാക്കണം. ഇതിലെ ക്യാഷ് പ്രൈസ് ഈസ് ആൾസോ നോൺ ആസ് സ്പോട്ട് പ്രൈസ് ആൻഡ് കറണ്ട് പ്രൈസ് കേട്ടോ. അതിനെ നമ്മൾ പറയുന്നതാണ് അത്. ക്യാഷ് പ്രൈസും അതുപോലെ കറണ്ട് പ്രൈസ് എന്നൊക്കെ പറയുന്നത് സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കമ്മോഡിറ്റീൻ്റെ ബേസിലാണ് ഇതിനെ അസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചർ പ്രൈസിങ് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ഈ അസറ്റിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കോസ്റ്റും അങ്ങനെ അതിൻ്റെ ക്യാഷ് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും എല്ലാം കോസ്റ്റ് ഓഫ് ക്യാരി അപ്രോച്ചസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്യൂച്ചർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. കമ്മോഡിറ്റി ആകുമ്പോൾ നമുക്ക് എപ്പോഴും അത് സൂക്ഷിച്ച് വെക്കേണ്ടതും
അതിനെ ഹാൻഡിൽ ചെയ്യണം, ഡെലിവറി നടത്തേണ്ടി വരും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരുന്ന ഒരുപാട് കോസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കോസ്റ്റുകൾ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഇതൊക്കെ ഉണ്ട് അല്ലേ. അത്തരം കോസ്റ്റുകളെല്ലാം ഈ കമ്മോഡിറ്റി കേസിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ട്, ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഫ്യൂച്ചർ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. മനസ്സിലാക്കുക. ഈ ഫ്യൂച്ചർ പ്രൈസിൽ നമുക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ ഫ്യൂച്ചർ ഡേറ്റ് ഉണ്ടാകും, ഫ്യൂച്ചർ പ്രൈസും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് കമ്മോഡിറ്റീൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് അസറ്റിൻ്റെ ബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി കോസ്റ്റ് ഓഫ് ക്യാരി മോഡലിൽ ഫ്യൂച്ചർ പ്രൈസ് ഈക്വൽ ടു സം ഓഫ് ദ സ്പോട്ട് പ്രൈസ്. സ്പോട്ട് പ്രൈസിൻ്റെ മൊത്തത്തിലുള്ള ഈക്വൽ ആയിരിക്കണം, അതിനോട് സ്പോട്ട് പ്രൈസിനോട് ഈക്വൽ ആയിരിക്കണം ഫ്യൂച്ചർ പ്രൈസ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അസറ്റ് ഓർ കമ്മോഡിറ്റി ക്യാരിയിങ് കോസ്റ്റ് ഇൻകേർഡ് ബൈയിങ് ഹോൾഡിംഗ് ഓൺ ദ അസറ്റ് ലെസ് ക്യാരി ആൻഡ് റിട്ടേൺ. അങ്ങനെയാകുമ്പോൾ വരുന്ന ഒരു ഇക്വേഷനാണിത്. കാരണം ഈക്വലായിട്ട് കേട്ടോ വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം ഫ്യൂച്ചർ പ്രൈസ് ഇസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ്. പക്ഷേ ആ സ്പോട്ട് പ്രൈസിനോട് കൂടിയിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ, ദ ക്യാരിയിങ് കോസ്റ്റ് ഇൻകേർഡ്, ക്യാരിയിങ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതിൽ നിന്ന് എന്ത് കുറക്കണം, ക്യാരി റിട്ടേൺ. അഥവാ ഈ നമ്മൾ പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള അസറ്റുകൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ചെറിയ രീതിയിൽ റിട്ടേൺ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാരി റിട്ടേൺ മൈനസ് ചെയ്യണം. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാരി ആഡ് ചെയ്യണം, അതുപോലെ ക്യാരി റിട്ടേൺ ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫ്യൂച്ചർ പ്രൈസ്. അപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് ഈസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസാണ് ശരിക്കും. അതിനോട് കൂടിയിട്ട് കോസ്റ്റ് ഓഫ് ക്യാരി കൂട്ടുക, മൈനസ് ക്യാരി റിട്ടേൺ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ കമ്മോഡിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോറേജും അതുപോലെ ഡെലിവറിയും അങ്ങനെയുള്ള ഒരുപാട് കോസ്റ്റ് ഓഫ് ക്യാരികൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ബേസിലാണ് ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ ഫ്യൂച്ചർ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കോസ്റ്റ് ഓഫ് ക്യാരീസുകളെല്ലാം നമ്മൾ നോക്കിയിട്ടും ക്യാരി റിട്ടേൺസുകൾ മൈനസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഓക്കെ, ക്ലിയർ ആയില്ലേ പറഞ്ഞത് ആ ഒരു ഭാഗം? ക്യാരി റിട്ടേൺ റെഫേഴ്സ് ടു ദ ഇൻകംസ് ആണ് കേട്ടോ. ക്യാരി റിട്ടേൺ എന്ന് പറയുന്നത് എന്താ, ഇൻകംസ് ആണ്. സച്ച് ആസ് എ ഡിവിഡൻഡ് ഓഫ് ഷെയർസ്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ അക്വയർ ആകുന്ന അക്രൂ ആണ് കേട്ടോ. ഇൻവെസ്റ്റഡ് ഡ്യൂറിങ് ദ ഹോൾഡിംഗ് പീരിയഡിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് അഥവാ ഇൻകംസുകളാണ്. ഈ ഇൻകംസുകൾ നമ്മൾ ഇത്തരത്തിലുള്ള കോസ്റ്റിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ അപ്പോഴേ നമുക്ക് സ്പോട്ട് പ്രൈസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഡൗട്ടൊന്നുമില്ലല്ലോ കമ്മോഡിറ്റിൻ്റെ കേസിൽ കേട്ടോ. ഇനി പറഞ്ഞിട്ടുള്ളത് നോൺ ക്യാരി ആണ്. നോൺ ക്യാരി മീൻസ് കൺസപ്ഷൻ കമ്മോഡിറ്റിയാണ് കേട്ടോ. മീൻസ് കൺസപ്ഷൻ കമ്മോഡിറ്റി, മറ്റേത് അസറ്റുകളായിട്ടുള്ള കമ്മോഡിറ്റീസുകളാണ്. അസറ്റ് കമ്മോഡിറ്റീസുകൾ നമുക്ക് എപ്പോഴും എന്താണ്, നമ്മൾ അസറ്റ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ ട്രേഡിങ്ങിന് അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതല്ലെങ്കിൽ നമ്മൾ അതിനെ കൂടുതലായിട്ട് അത് അസറ്റുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് കൺസപ്ഷൻസുകളാണ്, നമുക്ക് ഉപയോഗിക്കാനുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് അപ്പർ ബൗണ്ട് ഇവിടെ അതിലൂടെയാണ്, അപ്പർ ബൗണ്ടിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് കേട്ടോ. പ്രൈസ് ഫ്യൂച്ചേഴ്സ് ഓഫ് എ നോൺ ക്യാരി അല്ലെങ്കിൽ കൺസപ്ഷൻ കമ്മോഡിറ്റി. അപ്പോൾ കൺസപ്ഷൻ കമ്മോഡിറ്റിയിൽ ഫ്യൂച്ചർ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. അപ്പർ ബൗണ്ട് നമ്മൾ പഠിച്ചതാണ്.
Okay, in other words, agricultural and other non-commodities, we say that the future will not exceed some of the spot price that a carry cost is a less carrier return. അത് അങ്ങനെ തന്നെ മീൻസ് അതിനോട് കൂടിയിട്ട് അല്ലേ ആഡ് ചെയ്യുക, ദെൻ അത് മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. ക്യാരിയർ റിട്ടേൺ മൈനസ് ചെയ്യുക, മറ്റേത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കൺവീനിയൻസ് ഈൽഡുകളുണ്ടല്ലോ, യൂട്ടിലിറ്റി ഓഫ് കൺസപ്ഷനിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് കോൾഡ് കൺവീനിയൻസ് ഈൽഡ് എന്നുള്ളത്. ആ കൺവീനിയൻസ് ഈൽഡ് നമുക്ക് ഇവിടെ ആ വാല്യൂസ് നമ്മൾക്ക് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം, ലെസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ട് എക്സീഡ് സം ഓഫ് ദ സ്പോട്ട് പ്രൈസ് ആൻഡ് ദ ക്യാരിയിങ് കോസ്റ്റ് ലെസ് ക്യാരി റിട്ടേൺ. ക്യാരിയിങ് കോസ്റ്റിൽ ക്യാരി റിട്ടേൺ മൈനസ് ചെയ്യണം. അപ്പം നമുക്ക് സ്പോട്ട് പ്രൈസ് കിട്ടും. അത് കൂടുതലാവാൻ, നോട്ട് എക്സീഡിങ് ഫ്യൂച്ചർ പ്രൈസിന് കൂടുതലാവാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ ആ ഒരു രീതിയിട്ടാണ്. അപ്പോൾ പ്രൈസിങ് ഫ്യൂച്ചർ കൺസപ്ഷൻ അസറ്റ്സ്, പിന്നെ ഇതിൽ ആർബിട്രേജിൻ്റെ പ്രിൻസിപ്പിൾസ് മെ നോട്ട് ബി ആപ്ലിക്കബിൾ, ആർബിട്രേജിൻ്റെ പ്രിൻസിപ്പിൾസ് ആപ്ലിക്കബിൾ അല്ല എന്നും കൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഷോർട്ട് സെല്ലിങ് നടക്കുന്നുണ്ട് ബോറോവേഴ്സിന്. ഷോർട്ട് സെല്ലിങ് അതുപോലെ ഷോർട്ട് സെല്ലിങ്ങിനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ട്. ദെൻ നോക്കുക നെക്സ്റ്റ് പാരഗ്രാഫിൽ ദ പ്രൈസിങ് ഓഫ് നോൺ ക്യാരി അല്ലെങ്കിൽ കൺസപ്ഷൻ കമ്മോഡിറ്റി റിക്വയർഡ്സ് ഇൻട്രൊഡ്യൂസിങ് ഇൻ അനദർ കൺസെപ്റ്റ് കോൾഡ് കൺവീനിയൻസ് റിട്ടേൺ അല്ലെങ്കിൽ കൺവീനിയൻസ് ഈൽഡ് കേട്ടോ. അപ്പോൾ ഇതൊരു റിട്ടേൺ ആണ്, മീൻസ് ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റിയലൈസിങ് ക്യാരി ഇൻവെൻട്രി കമ്മോഡിറ്റി ഓവർ ഹിസ് ഓർ ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം നീഡ്സുകൾ റിക്വയർമെൻറ്റ്സുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരിങ് ഇൻവെൻട്രീസുകൾ നമ്മൾ ക്യാരി ചെയ്യാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ അത്തരത്തിലുള്ള ക്യാരിങ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ്, അതാണ് കൺവീനിയൻസ് ഈൽഡ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ടിൽ പറയുകയാണെങ്കിൽ കൺസപ്ഷൻ ആസെറ്റ് ഹാവ് എ കൺസപ്ഷൻ വാല്യൂ. ഈ കൺസപ്ഷൻ ആസെറ്റ്സിൽ നിന്ന് എന്താണ് കൺസപ്ഷൻ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. കൺസപ്ഷൻ വാല്യൂ ഈസ് എ കോൾഡ് കൺവീനിയൻസ് ഈൽഡ് കേട്ടോ. കൺവീനിയൻസ് ഈൽഡ് പീപ്പിൾ ഹോൾഡ് എ കൺസപ്ഷൻ ആസെറ്റ് സാറ്റിസ്ഫൈ ദ കൺസപ്ഷൻ നീഡ്. വീറ്റ്, റൈസ്, പൾസ് അങ്ങനെയുള്ള നമ്മൾ കൺസപ്ഷൻ നടത്തുന്ന അല്ലേ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കുറച്ച് ഗുഡ്സുകളാണ്. അത്തരം ഗുഡ്സുകൾക്ക് നമ്മൾ കൺസപ്ഷൻ നീഡ്സ് എന്ന് പറയുന്നുണ്ട്. ആ നീഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നോൺ കൺസപ്ഷൻ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഫിസിക്കൽ ഹോൾഡിങ് അസറ്റിനെ നമ്മൾ ഫിസിക്കലായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ച് നിൽക്കണം. അതുപോലെ അതിൽ നമ്മൾ കമ്മോഡിറ്റിൻ്റെ വാല്യൂ, കൺസപ്ഷൻ വാല്യൂ നമുക്ക് ഈക്വലൻ്റ് അല്ല എന്നുള്ളതാണ് മനസ്സിലായി. നോട്ട് ഈക്വലൻ്റ് ഡ്യൂ ടു കൺസപ്ഷൻ വാല്യൂ അറ്റാച്ച്ഡ് ടു ദ കമ്മോഡിറ്റി. അപ്പോൾ ഇതിൽ ഓയിൽ പ്രൊഡ്യൂസർ ബൈയിങ് ഓയിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഓയിൽ പ്രൊഡ്യൂസർ എന്തിന് ഏർപ്പെടുന്നു, ഓയിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഇത് ഫിസിക്കലായിട്ടുള്ള ഒരു മിനിറ്റ് കേട്ടോ. ഒരു മിനിറ്റ്. അപ്പോൾ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് ജനറലി ഹാവ് എ കൺവീനിയൻസ് ഈൽഡ് കേട്ടോ. ഫിനാൻഷ്യൽ അസറ്റ് ഹാവ് എ നോ കൺവീനിയൻസ് ഹാവ് എ നോ കൺവീനിയൻസ് ഈൽഡ്. ഫിനാൻഷ്യൽ അസറ്റ്സുകൾ കൺവീനിയൻസ് ഈൽഡ് അല്ല, പക്ഷേ അഗ്രികൾച്ചറിലെ കമ്മോഡിറ്റീസുകൾ എന്താണ്, കൺവീനിയൻസ് ഈൽഡാണ് കേട്ടോ. ഈ കൺവീനിയൻസ് ഈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ സിംപ്ലി റെഫേഴ്സ് ടു ബെനിഫിറ്റ് ഓഫ് എൻജോയ്ഡ് ബൈ എ ഓണർ ആൻഡ് അസറ്റ് ഡ്യൂ ടു ഇൻ എ പൊസഷൻ ആൻഡ് കൺസപ്ഷൻ വാല്യൂ. ഇതാണ് കേട്ടോ കൺസപ്ഷൻ വാല്യൂ. അതുപോലെ പൊസഷൻസും അസറ്റിൻ്റെ ഡ്യൂ പൊസഷൻസുമാണ്. അത് ഓണർ എൻജോയ് ചെയ്യുന്ന ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവീനിയൻസ് ഈൽഡ് എന്ന്
പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ കൺസപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന അല്ലെ കൺസപ്ഷൻ നടത്തുന്ന കമ്മോഡിറ്റിൻ്റെ ബേസിൽ വരുന്ന ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്. അതിൽ നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. കൺവീനിയൻസ് ഈൽഡും കൺവീനിയൻസ് വാല്യൂസും കൺസപ്ഷൻ നീഡും കൺസപ്ഷൻ വാല്യൂസും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ക്ലിയർ ആയോ? അത്രയൊക്കെയാണ് അതിൽ പറയാനുള്ളത് കേട്ടോ. നീ ഇപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കട്ടോ. കൺവീനിയൻസ് ഈൽഡ് എന്താണെന്ന് പറഞ്ഞു. മീൻസ് കൺവീനിയൻസ് ക്യാരി കോസ്റ്റിൽ നിന്നും ക്യാരി റിട്ടേൺ മൈനസ് ചെയ്യുക. ആ ക്യാരി റിട്ടേൺ കിട്ടുന്നത് ഇത്തരത്തിലുള്ള അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിൻ്റെ ബേസിലും കൺവീനിയൻസ് ഈൽഡിൻ്റെ അല്ലെങ്കിൽ കൺസപ്ഷൻ യൂട്ടിലിറ്റീനെയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള റിട്ടേൺസുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. ഇനി അതിൻ്റെ എക്സാമ്പിളാണ്. എക്സാമ്പിൾ ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. സ്പോട്ട് പ്രൈസ് ഫോർ എ ഗോൾഡ് 4000 ഗ്രാംസ്. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് 12% കേട്ടോ. ആനുവൽ ഇൻട്രസ്റ്റ് 12% ആണ്. അസ്യൂമിങ് ദാറ്റ് ക്യാരിയിങ് കോസ്റ്റ് comprises of only financial cost, calculate the future price of the gold and delivered in a 6 month. നമുക്ക് 6 മന്തിലേക്കുള്ള കാര്യമാണ് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F0T അല്ലേ. ടി മീൻസ് എക്സ്പിറേഷൻ ഡേറ്റ് ആണ്, ടൈമാണ്. സ്പോട്ട് SO അല്ലേ, സ്പോട്ട് പ്രൈസ് ആണ്. 1+C ആണ് കേട്ടോ. ക്യാരി കോസ്റ്റ് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? 4000 അല്ലേ, 4000 ഇൻറ്റു 1+0.06 12%. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ പ്രോബ്ലത്തിലും പറഞ്ഞില്ലേ, 6 മന്ത് ആയതുകൊണ്ട് 12നെ നമ്മൾ ഡിവൈഡഡ് ബൈ 2 = 6 അല്ലേ. അപ്പോൾ 6% ആകുമ്പോൾ 0.06. അപ്പോൾ നമ്മൾക്ക് അതിന് കിട്ടിയത് 4240 ആണ് അതിൻ്റെ ആൻസർ കിട്ടിയത് അല്ലേ. ഇനി കണ്ടിന്യൂസ്ലി കോമ്പൗണ്ട് കോമ്പൗണ്ടിങ് യൂസ് ചെയ്യുമ്പോൾ, അതിൽ ഫ്യൂച്ചർ പ്രൈസ് യൂസ് ചെയ്യുമ്പോൾ, അഥവാ ERT മീൻസ് എക്സ്പെക്റ്ററാണ് കേട്ടോ. എക്സ്പെക്റ്റർ ആയിട്ട് വരുന്ന സ്പോട്ട് പ്രൈസിനെയാണ്. അപ്പോൾ FOT മീൻസ് ഫ്യൂച്ചർ സ്പോട്ട് പ്രൈസാണ്, സ്പോട്ടാണ് പ്രൈസാണ്. മറ്റേത് ഫ്യൂച്ചർ പ്രൈസാണ് കേട്ടോ. ഫ്യൂച്ചർ പ്രൈസ് ഇനീഷ്യലി വരുന്ന ഫ്യൂച്ചർ പ്രൈസ് = സ്പോട്ട് പ്രൈസ്, ERTയിൽ വരുന്ന സ്പോട്ട് പ്രൈസ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 4000 ഇൻറ്റു 4000 ഇൻറ്റു RT മീൻസ് എന്താണ്? എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റിനാണ് കേട്ടോ. 12% ആണ്. അപ്പോൾ 1.2 ഇൻറ്റു 6/12 = 4247 ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ഇങ്ങനെയാണിത് ചെയ്യുന്നത് കേട്ടോ. അത് കാൽക്കുലേഷൻസ് ഒന്നും വരില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ആ ഇക്വേഷന് നമ്മൾ നോക്കുക. ഇക്വേഷൻ നമ്മൾ ഏതാ എടുത്തത്? CAPM അല്ല, ക്യാരി ഫോർവേഡിൻ്റെ അല്ലേ, സോറി, നോർമൽ ബാക്ക്വേർഡേഷൻ അല്ല, ഒരു മിനിറ്റ് കേട്ടോ. ഒറ്റ മിനിറ്റ്.
കോസ്റ്റ് ഓഫ് ക്യാരി മോഡലിൻ്റെ ആ രീതിയിലാണ് നമ്മൾ കൺസെപ്ഷനിൽ കണ്ടിട്ടുള്ളത് കേട്ടോ. നോക്കാം, ആ ഇക്വേഷൻ ബേസിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് എന്നും കൂടെ മനസ്സിലാക്കുക കേട്ടോ. ക്ലിയർ ആയില്ലേ പറഞ്ഞിട്ടുള്ളത്? കാരണം അത് കോസ്റ്റ് ഓഫ് ക്യാരി ഉള്ളത് അതിലുണ്ട്, അതിൽ നിന്ന് റിട്ടേൺ മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. സോ അവിടെ നമ്മൾ ഈ ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കൺസെപ്ഷൻ മോഡലിൽ ഈ ഇക്വേഷൻ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? പ്രോബ്ലം ഒന്നും ചോദിക്കൂല, ജസ്റ്റ് പറഞ്ഞേന്നുള്ളൂ കേട്ടോ, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ മീൻസ് എക്സ്പ്ലനേഷനിലാണ്. ഈ ആർ ടി മീൻസ് ടൈം ടു മെച്യൂരിറ്റി ആണ്, എക്സ്പെക്ടേഷൻ ഡേറ്റിനെയാണ് നമ്മൾ ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? മീൻസ് നമ്മൾ ഡീപ്പായിട്ട് ചിന്തിക്കണ്ട, ഇതിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി, മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, അത്രയേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത്ര ഭാഗ്യമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമുക്കിതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത പോർഷൻസ് നമുക്ക് നോക്കാം. പ്രൈസിങ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് കേട്ടോ, ഫൈനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ്. ഓക്കെ.